വേദിയിൽ കുഴഞ്ഞു വീണു മരിച്ച അമ്പലപ്പുഴ അക്ഷരജ്വാല നാടക ട്രൂപ്പിലെ പ്രധാന നടൻ ലഗേഷ്. വാർത്ത എന്ന നാടകത്തിലെ ലോപ്പസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മരണം കീഴ്പ്പെടുത്തിയത്. അപ്പച്ചന് ഒരുപാട് അസുഖങ്ങളുണ്ട് പോലെ ഷുഗർ കൂടി ചിലപ്പോ കാല് മുറിക്കേണ്ടി വരും. കാലില്ലാതെ നിന്റെ ഔദാര്യത്തിൽ കിടക്കേണ്ടി വരും. ആത്മഹത്യ ചെയ്യാൻ എന്റെ വിശ്വാസം അനുവദിക്കില്ല. പട്ടിണിക്കിട്ട് കൊണ്ടാണ്ടിരിക്കാൻ എന്താ സാറേ ചെവി കേട്ടുവിടൂ. സിന്ധുരാജ് എവിടെ? മോളില്ല, കയറി നോക്കൂ. ഇന്നലെ ഇവിടെ നടന്നത് എന്താണെന്ന് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോണം. എന്റെ കൈക്ക് മെനക്കേടുണ്ടാക്കരുത്. എന്താ സാറേ കാര്യം? എനിക്കൊന്നും അറിയത്തില്ല. അറിഞ്ഞില്ല? സ്വന്തം വീടിന് മുകളിൽ ഒരുത്തരൊരാളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അറിഞ്ഞില്ല. പിന്നെ വെള്ളമാക്കും. ഇല്ലേ? ഇല്ല, മുകളിലത്തെ റൂമുകളെല്ലാം തുറന്നു നോക്കിയാ. ഇതിനകത്തുണ്ടോ? അവൻ ഇതിനകത്തുണ്ടോന്നു. സാർ ആരുടെ കാര്യം പറയുന്നത്? തന്റെ തന്തയുടെ. എടോ, XMLA അശോകന്റെ അളിയനെതിരെ ഒരു വധശ്രമം നടന്നതായി പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളിഞ്ഞു വന്നേ. നിന്റെ പേരെന്താ? താര. നിന്റെ പേര് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് മൊഴിയിലുണ്ട്. നീ അവനെ ഇതിനകത്ത് ഒളിപ്പിച്ചിരിക്കാനോടി? അമ്മ എന്തിനാ പേടിച്ച് മാറി നിൽക്കുന്നത്? ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞു കൊടുക്ക്. ഇതാരാ? എങ്കി മോള് പറ. മുകളിലെത്ത മാമനെ അകത്തെവിടെയാ അമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? സാർ എന്തൊക്കെയാ പറയുന്നേ? ഇതിനകത്ത് ആരും മാറിയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നമുക്കെന്താ പ്രശ്നം? പിന്നെ അകത്താരെ ഒളിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാ എനിക്ക് കൂടി വിശ്വാസം വരണ്ടേ? സാറേ, ഇതിനകത്ത് ആരുമില്ല സാറേ. എന്താ ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിട് സാറേ. ഒരു പെണ്ണിന്റെ വീട് സെർച്ച് ചെയ്യാൻ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ചില നിബന്ധനകളുണ്ട്. നീ എന്നെ IPC പഠിപ്പിക്കാനോടി? IPC അല്ല സാറേ, CRPC. എഡി ബോർഡിനൊക്കെ വിളിച്ച് ഒരു പെണ്ണിന്റെ മോഡസ്റ്റി അപമാനിച്ച് വനിതാ പോലീസ് ഇല്ലാതെ അവളുടെ ദേഹത്ത് കൈവച്ച് സാർ അകത്ത് കയറൂ. കേറിയ മിനിമം 6 മാസം സാറ് വീട്ടിലിരിക്കേണ്ടി വരും. ചിലപ്പോ അടിയണ്ടടിയെ വരും. അതാണ് നിയമം. പറഞ്ഞു പോയത് സാറ് ക്ഷമിക്കണം. സാറിന് അകത്ത് കയറി നോക്കണമെങ്കിൽ നോക്കാം. ഇപ്പോഴല്ല, പ്രോപ്പർ വാറണ്ടും വനിതാ പോലീസുമായി വന്നിട്ട്. കൊച്ചേ, ഈ നിയമം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാള. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നിയമപ്പിഴവെങ്കിലും ചെയ്യാതെ ഒരു മനുഷ്യർക്കും ജീവിച്ചു ഭരിക്കാനാവില്ല. അത്തരത്തിലുള്ള ഒരു പിഴവ് നിങ്ങൾക്കും വരും. അന്ന് പന്ത് എന്റെ കോർട്ട് വരും. അമ്മയും മോളും ചെവിയെന്ന് വിളിക്കോ. അവനെവിടെ ഉണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പൊക്കും. ഞാൻ അകത്തല്ല സാറേ, പുറത്താ. ഇവിടെ സാറേ, അവര് പാവങ്ങളാ. അവരെ വെറുതെ വിട്ടേക്ക്. വന്ന് വണ്ടി കയറാ. ഒന്ന് കൂളാവും സാറേ. അതിന്റെ കാര്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ വന്ന് ഒരുത്തരെന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. സ്വയരക്ഷയ്ക്ക് ഞാനും ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ? അതൊക്കെ കോടതി നിന്റെ വക്കീലിനോട് പറയാൻ പറഞ്ഞാൽ മതി. വക്കീൽ തന്നെ പറയുന്നത്. അഡ്വക്കേറ്റ് സിന്ധുരാജ് MA LLB. പിന്നെ 5 ശതമാനം അളിയൻ എന്നെ ആക്രമിച്ചതിന് ഞാനൊരു പരാതി നേരിട്ട് DYSPക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തീരുമാനം പറഞ്ഞിട്ട് സാറ് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കാണാം, കാണണം.
എന്താടാ മാറി നിൽക്കണേ അങ്ങോട്ട്.